നാടിളക്കിയ പ്രചരണത്തിന് ശേഷം വയനാടും ചേലക്കരയും ഇന്ന് വിധിയെഴുതുന്നു. രണ്ടിടത്തും വോട്ടെടുപ്പിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യസമയത്തു തന്നെ പൂർത്തിയായി. രാവിലെ 6 മണിയോടെ തന്നെ മോക്ക് പോളിംഗ് നടന്നു. കൃത്യം 7 മണി മുതൽ വോട്ടർമാർ വോട്ട് ചെയ്തു തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമെങ്കിലും വരിയിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 6ഉം വയനാട്ടിൽ 16 മത്സരാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. LDFിൽ നിന്നും മുൻ MLA സത്യൻ മൊകേരി, NDAയിൽ നിന്നും നവ്യ ഹരിദാസ് എന്നിവരാണ് മറ്റു പ്രധാന സ്ഥാനാർത്ഥികൾ. ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ പലരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുഖത്ത് നിന്ന് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വോട്ടുവണ്ടി സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇലക്ഷൻ ID കാർഡ് ഉയർത്തി ഇലക്ഷൻ കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള വോട്ടുവണ്ടിക്ക് കൈ കാണിച്ചാൽ മതി. ചൂരൽമല പ്രദേശത്തെ 167, 168, 169 ബൂത്തുകളിലുള്ള വോട്ടർമാർ വോട്ടുവണ്ടിയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം. വയനാട് മണ്ഡലത്തിൽ ആകെ 14,71,742 വോട്ടർമാരാണുള്ളത്. 30 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 1354 പോളിംഗ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം ഉറച്ച കോട്ടയായ ചേലക്കര UR പ്രദീപിലൂടെ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. മറുപക്ഷത്താവട്ടെ ചിട്ടയോടെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. തൊട്ടുമുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ചേലക്കര പിടിച്ചെടുക്കാൻ രമ്യ ഹരിദാസിന് കഴിയുമെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. K ബാലകൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ആകെ 2,13,103 വോട്ടർമാരാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. 180 പോളിംഗ് ബൂത്തുകളിൽ 3 ഓക്സിലറി ബൂത്തുകളുണ്ട്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇവിടങ്ങളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ചേലക്കരയിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് പറഞ്ഞത്. വളരെ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് കാഴ്ചവെച്ചത്. തങ്ങൾ കാഴ്ചവെച്ച പ്രവർത്തനം ഊന്നി പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടിയതെന്നും UR പ്രദീപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ചേലക്കരക്കാർ എന്നെ ചേർത്ത് പിടിക്കുമെന്നും UDFനൊപ്പമെന്ന മനസ്സുമായിട്ടാണ് അവർ വോട്ട് ചെയ്യാൻ എത്തുന്നതെന്നും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും പ്രതികരിച്ചു. കൃത്യതയോടെയുള്ള പ്രവർത്തനമാണ് മണ്ഡലത്തിൽ UDF കാഴ്ചവെച്ചത്. ചേലക്കരക്കാർ തന്നെ ചേർത്തു പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. UDFനെ സംബന്ധിച്ച് പാലക്കാടും ചേലക്കരയും ഒരുപോലെയാണ്. ചേലക്കരയിൽ ഒരു പടി നേരത്തെ തന്നെ തങ്ങൾ പ്രചരണം തുടങ്ങിയിരുന്നു. വോട്ടർമാരുടെ മനസ്സ് തനിക്കൊപ്പമായിരിക്കുമെന്നും നേതാവ് പറഞ്ഞു. ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. 1996 മുതൽ CPMനു വേണ്ടി K രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. 2016 രാധാകൃഷ്ണൻ മാറി നിന്നപ്പോൾ UR പ്രദീപായിരുന്നു മത്സരിച്ചത്. അന്ന് അദ്ദേഹവും കൂറ്റൻ വിജയമാണ് നേടിയത്. ഇത്തവണ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. K രാധാകൃഷ്ണന്റെ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി തന്നെയാണ് CPM വോട്ട് തേടിയത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നേടിയ ഭൂരിപക്ഷമാണ് രമ്യയുടെ പ്രതീക്ഷ. ഏതായാലും ഇന്നത്തോടെ ജനം വിധിയെഴുതും.